മറുപടി തന്നെ പറഞ്ഞു. ചുമ്മാ ആവശ്യമില്ല. ലോകത്തെ സൃഷ്ടിക്കുകയും ആ സൃഷ്ടികൾക്കുള്ള ആവശ്യങ്ങൾ നിർവഹിക്കുകയും പരിപാലിച്ചുകൊണ്ട് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഏകനായ സൃഷ്ടാവ്, ആ സൃഷ്ടാവ് അവതരിപ്പിച്ച ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ആ ഗ്രന്ഥം അനുസരിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥ വിജയവും നമുക്ക് സമാധാനവും ശാന്തിയുമടഞ്ഞ ജീവിതം ലഭിക്കുകയുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. വിശ്വസിക്കുകയും ആ വിശ്വാസത്തിൽ യാതൊരു നിലക്കുമുള്ള അനാചാരങ്ങൾ കടത്തിക്കൂട്ടാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ, അതായത് ഇവിടത്തെ അക്രമം എന്നുള്ളത് ശിർക്കാണ്. അല്ലാഹു അല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുക, അവരിൽ നിന്ന് സഹായങ്ങൾ അഭ്യർത്ഥിക്കുക, മഹാന്മാരായ ആളുകൾ, മരിച്ചുപോയ ആളുകൾ, കബറാളികൾ, അവരോട് തേടുക എന്നത് ഇസ്ലാം വിരോധിച്ച കാര്യമാണ്. അതുകൊണ്ട് തന്നെ കബറാളികളോട് തേടുക എന്നത് അള്ളാഹുവിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ അക്രമമായി കൊണ്ട് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ, അങ്ങനെ വിശ്വാസത്തിൽ യാതൊരു നിലക്കുമുള്ള പുഴിക്കുത്തുകളും ഇല്ലാത്ത രൂപത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിനെ ഉറച്ചു വിശ്വസിച്ച് ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുസരിച്ചുകൊണ്ടുള്ള അതിന്റെ തേട്ടം മനസ്സിലാക്കി, അതിന്റെ അർത്ഥവും അതിന്റെ തേട്ടവും മനസ്സിലാക്കിക്കൊണ്ടുള്ള ജീവിതമാണ് എങ്കിൽ അള്ളാഹു ഓഫർ നൽകുകയാണ്, ഉലൈക ലഹുമുൽ അംന്, അവർക്കാണ് യഥാർത്ഥത്തിൽ സമാധാനമുള്ളത്, അവർക്കാണ് ശാന്തിയുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ, അമ്പിയാക്കന്മാരല്ലേ, ഔലിയാക്കന്മാരല്ലേ, പുണ്യ മഹാന്മാരല്ലേ എന്ന് പറഞ്ഞ് അവരോട് തേടാൻ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. തേട്ടം അല്ലാഹുവിനോട് മാത്രമാണ്. നമ്മുടെ ചോദ്യം, നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ അർത്ഥന, നമ്മുടെ നേർച്ച, ഇതെല്ലാം നമ്മുടെ റബ്ബായ, നമ്മെ സൃഷ്ടിച്ചവനായ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം, അവനോട് മാത്രം എല്ലാം സമർപ്പിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആ രൂപത്തിൽ വിശ്വാസത്തെ സംരക്ഷിച്ചുകൊണ്ട്, വിശ്വാസ രംഗത്തെ വിശുദ്ധിയെ കാത്തു സൂക്ഷിച്ചുകൊണ്ടായിരിക്കണം നമുക്ക് നമ്മുടെ വിശ്വാസത്തെ നിലനിർത്താനും മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ആ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ വഴിപ്പെട്ട് ജീവിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ നമ്മൾ പരിശ്രമിക്കുക. എന്താണ് പറഞ്ഞത്? നീ കേട്ടോ? എന്താണ് കേട്ടത്? ആരാധിക്കണമെന്ന് പറഞ്ഞ, ആരാധിക്കണമെന്ന് പറഞ്ഞാൽ ആരാധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അതാണ് നീ കേട്ടില്ല, വ്യക്തമായിട്ട് നീ കേട്ടില്ല, നീ വ്യക്തമായിട്ട് നീ കേട്ടില്ല, അതാണ് വിഷയം. ചുമ്മാ വെറുതെ ആവശ്യമില്ല. നമുക്ക് പ്രസംഗിക്കണ്ടേ? പ്രസംഗിക്കണ്ടേ? ആരെ ഔലിയാക്കളെ കുറ്റം പറഞ്ഞിട്ടൊന്നുമില്ല. നിങ്ങൾക്കത് തോന്നിയതാണ്, നിങ്ങൾക്കത് തോന്നിയതാണ്. മനസ്സിലായില്ലേ? ഔലിയാക്കളെ കുറ്റം പറഞ്ഞിട്ടൊന്നുമില്ല. ആ മോശമായിട്ടൊന്നും പറയരുത്. മോശമായിട്ടൊന്നും പറഞ്ഞില്ല. എല്ലാ മറുപടി തന്നെ പറഞ്ഞു. ചുമ്മാ ആവശ്യമില്ല. എന്ത് കാര്യം പറ? ചുമ്മാ ആവശ്യമില്ല സംസാരിക്കണം. നമ്മളെന്താ പോസ്റ്റാട്ടി വന്നവരാ? പിന്നെ അങ്ങനെയൊന്നും പറയരുത് കേട്ടാ, മോശമായിട്ടൊന്നും പറയരുത്, അങ്ങനെയൊന്നും പറയണ്ട. ആവശ്യമില്ല സംസാരിക്കണം, മനസ്സിലായി? ആവശ്യമില്ല സംസാരിക്കണം. ആ നീ നമ്മൾ കൊണ്ടുവരാം.